നമ്മുടെ ഏതൊരു പ്രോഡക്റ്റും വാങ്ങി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 100% പണവും നമ്മൾ റിട്ടേൺ തരാമെന്നുള്ള വലിയൊരു ഗ്യാരണ്ടിയാണ് നമുക്ക് തരാനായിട്ടുള്ളത്. കൃഷിയുടെ വരുമാനത്തോടൊപ്പം ഒരു അധിക വരുമാനം നേടാനായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ എടുത്ത് റീറ്റെയിൽ ചെയ്യാനുള്ള വലിയൊരു അവസരവും നിങ്ങൾക്കുണ്ട്. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും അതുപോലെ ഷെയറും ചെയ്യുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് ഒരു 1000 രൂപയ്ക്ക് മുകളിൽ വരുന്ന പ്രോഡക്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ്. നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്കാർക്ക് കൃഷിച്ചെലവ് ഒരു 50%-ലധികം കുറയ്ക്കുകയും അതുപോലെ തന്നെ ഒരു 60%-ലധികം ഉൽപ്പാദന വർധനം ഉണ്ടാക്കാനായിട്ടും കഴിയും. അങ്ങനെ കലക്കി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കുറേ തട്ടമറിച്ചിൽ കുറേ കുറഞ്ഞു, ഉൽപ്പാദനം കൂടുതൽ കിട്ടുന്നുണ്ട്. ചെടിയുടെ ആരോഗ്യം ഒരുമാതിരി ആരോഗ്യം ഉള്ളതുകൊണ്ടാണല്ലോ വന്നതുകൊണ്ടാണല്ലോ കാ പിടിക്കുന്നത്. ഏക്കറിൽ നിന്ന് എല്ലാവരും പറയും ആന കിട്ടുന്നുണ്ട്, കുതിര കിട്ടുന്നുണ്ട്, അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറയും. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഏതാണ്ടൊരു 600-700 കിലോ ഉണക്ക കിട്ടുന്നുണ്ട്. അതായത് ഏലത്തോട്ടങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒച്ചാണ്. അപ്പോൾ DNC90 ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒച്ചടക്കം കൺട്രോൾ ആവുന്നുണ്ട്. അതായത് ഏലത്തോട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചേക്കുന്ന തോട്ടങ്ങളിൽ തണ്ടുതുരപ്പൻ്റെ ആക്രമണം പോലും നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളൊരു അടിപൊളി ഷോപ്പ് നിങ്ങൾ കർഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഞാൻ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അറിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കൃഷിയിടങ്ങളിലൂടെ പോകുമ്പോൾ പലരും ഒരു വേരുകേടിനും അതുപോലെ തന്നെ നല്ല ക്രോപ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് കിട്ടുക എന്നൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഷോപ്പ് പരിചയപ്പെടുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പല വീഡിയോസ് ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാം. അതിനൊപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, നമ്മുടെ കർഷകർക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. മൾട്ടി ക്രോപ്സിന്, അതായത് എല്ലാ ക്രോപ്സിനും ഉള്ള പ്രോഡക്ട്സ്, ഫുള്ളി ഓർഗാനിക്കായ ഒരു പ്രോഡക്റ്റ്സാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു മനോഹരമായ ദിവസത്തിലെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഹായ് അജേഷ്. യെസ്, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അജേഷിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അജേഷിൻ്റെ ഷോപ്പൊക്കെയാണ്. അത് നമ്മുടെ ഷോപ്പിനെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞു. എന്താ ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമാണ്. അതായത് നമ്മുടെ ജില്ലയിൽ കൂടുതലായിട്ടും കെമിക്കൽ, രാസവളം ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് മാക്സിമം ഓർഗാനിക് ആയിട്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഡീൽ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ആർട്ട്ഷോപ്പി റീറ്റെയിൽ, അതായത് ദാദാജി ഓർഗാനിക്സിൻ്റെ പ്രോഡക്റ്റാണ്. മറ്റൊരു വള കമ്പനികളും ചെയ്യാത്ത വലിയൊരു ഓഫറാണ് ഈ കമ്പനി. അതിൽ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഇതായത്. വേറൊന്നുമല്ല, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് തിരിച്ചു തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫണ്ട് റീഫണ്ട് ചെയ്യാമെന്നുള്ള ഒരു വലിയ ഓപ്ഷൻ കമ്പനി പറയുന്നതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്തൊക്കെ ക്രോപ്പിനാണ് നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ മണ്ണിൽ വളരുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും. നമുക്ക് മെയിനായിട്ട് ഒരു 13ഓളം പ്രോഡക്റ്റുകളുണ്ട്. പക്ഷേ ഇടുക്കി ജില്ലയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്ന ഒന്ന് DNC90 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അതായത് ഏലത്തോട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചേക്കുന്ന തോട്ടങ്ങളിൽ തണ്ടുതുരപ്പൻ്റെ ആക്രമണം പോലും നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് മെയിനായിട്ട് നമ്മൾ ഈ മണ്ണിലെ നിമാവര, വേരുപുഴു, അതുപോലെ തന്നെ മീലിമൊട്ട, ഒച്ച്, അതായത് ഏലത്തോട്ടങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒച്ചാണ്. അപ്പോൾ DNC90 ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒച്ചടക്കം കൺട്രോൾ ആവുന്നുണ്ട്. അതുപോലെ ഈ കീടങ്ങൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ട് വേപ്പിൻ്റെ എക്സ്ട്രാക്റ്റ്, വേപ്പ് പിണ്ണാക്കല്ല, വേപ്പിൻ്റെ എക്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ ആവണക്കിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹുമിക്ക്, ഫൾവിക്ക്, സീവീഡ്, അമിനോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വരുന്നുണ്ട്. 50 കിലോ വേപ്പും പിണ്ണാക്കും 50 കിലോ ആവണക്കും പിണ്ണാക്കും എന്ന് പറയുമ്പോൾ അതിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. ഇത് ഒരു 100 കിലോ വേപ്പും പിണ്ണാക്കിൻ്റെ 100 കിലോ ആവണക്കും പിണ്ണാക്കിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇത് കൊണ്ടു നടക്കുക, ഹാൻഡ്ലിങ് എളുപ്പമാണ്. ഒരു 150 ചെടിക്കുള്ള പ്രോഡക്റ്റ് നമുക്ക് കൈ തൂക്കിക്കൊണ്ട് നടക്കാനായിട്ട് കഴിയും. 3 കിലോ ആയിട്ടാണ് വരുന്നത്. അതായത് ഏറ്റവും പുതിയ ടെക്നോളജിയിൽ, അതായത് ഇസ്രായേൽ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലാണ് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സ്പ്രേയിങ് ആണോ ഡ്രഞ്ചിങ്? നമുക്ക് വേനൽക്കാലങ്ങളിൽ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാം. മഴക്കാലങ്ങളിൽ മറ്റ് രാഷ്ട്രോസ് പോലെയുള്ള വില കുറഞ്ഞ വളങ്ങളോടൊപ്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഒരു 200ഓളം ചെടികൾക്ക് ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കഴിയും. ഒരു പാക്കറ്റിന്റെ വില വരുന്നത് എത്ര? അത് നമുക്ക് MRP വരുന്ന 1700ഓളം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മകരക്കൊയ്ത്ത് എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്തൂടെ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആളുകൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 1500 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇപ്പൊ ഒരു ചാക്ക് വേപ്പം പിണ്ണാക്കിന് 1400-1500 രൂപയോളം വരുന്നുണ്ട്. അത് 200 ചെടിക്ക് ഇടാൻ പറ്റത്തുമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് എങ്ങനെ ഇത് കോമ്പൻസേറ്റ് ചെയ്ത് ഒരു കമ്പനിക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം? അതായത് ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജിക്കലായിട്ട് നമുക്കറിയാം, കാർഷിക രംഗമാണെങ്കിലും മറ്റേത് രംഗമാണെങ്കിലും എല്ലാം ടെക്നോളജിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പണ്ടത്തെ പോലെ ചാണകവും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും ഒക്കെ ചാക്കിൻ്റെ അകത്ത് ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട കൃഷിക്കാർ തന്നെ പറയുന്നത് വേപ്പ് പിണ്ണാക്കിന് പഴയ ക്വാളിറ്റി ഇല്ലെന്നും ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫില്ലിങ്ങുകൾ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കാപ്പിത്തൊണ്ട് പോലെയുള്ള സാധനങ്ങൾ വരുന്നു. അപ്പോൾ ഇതിനെ
സെൻസർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എക്സ്ട്രാക്റ്റ് വേർതിരിച്ചെടുത്തിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിന് 100 കിലോ വേപ്പിൻ പിണ്ണാക്കിൻ്റെ തന്നെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 200 ചെടിക്ക് ഇത്ര ഉപയോഗിക്കാൻ പറയുന്നത്. എന്തായാലും നമ്മൾ പ്രൊഡക്റ്റൊക്കെ പരിചയപ്പെട്ടു. പക്ഷേ ഇതെങ്ങനെയുണ്ട്, നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. നമ്മൾ അതിന് വേണ്ടിയിട്ട് പാമ്പാടുംപാറയിലാണ് വന്നിരിക്കുന്നത്. പാമ്പാടുംപാറയിൽ നല്ലൊരു ഏലത്തോട്ടമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, ഇന്ന് ജൂലൈ 29, അതായത് 2026, നമ്മളിനി വർഷത്തോടെ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സീസൺ എല്ലാ ഏല കർഷകർക്കും അറിയാം. എനിക്ക് തോന്നുന്നു മിക്കയിടത്തും സീസൺ ഈ കൃത്യമായിട്ട് ആർക്കും കിട്ടിയിട്ടില്ല, ആരും കായെടുപ്പ് തുടങ്ങിയിട്ടില്ല. ഇന്നൊക്കെയാണ് ചിലർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ നമ്മളെ പ്രകൃതി ചതിച്ചിരുന്നു ഈ ഒരു വർഷം എന്നുള്ളത്. അതുകൊണ്ട് ഏലക്കായ്ക്ക് നല്ല വിലയുണ്ടെങ്കിലും മിക്ക കർഷകരും അത് സ്വപ്നം കണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ പലയിടങ്ങളിലുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏലത്തോട്ടം ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഡേറ്റൊക്കെ അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾ ഈ ഏലത്തോട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണവും ഇത് ചെയ്തിരിക്കുന്ന ഫീൽഡിൻ്റെ ഗുണവുമൊക്കെ. ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. ഈ വർഷം മുതൽ, ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് മുതൽ DNC 90 എന്ന് പറയുന്ന ഒരു വളവും, പിന്നെ ആ കൂട്ടത്തിൽ അവർ ഭൂമിറ, ഞാനതിങ്ങനെ കലക്കി ഒഴിച്ചു. ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യം കലക്കി ഒഴിച്ചു. അങ്ങനെ കലക്കി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറേ തട്ടമറിച്ചിൽ കുറേ കുറഞ്ഞു. എന്നാലും അവിടെ ഇവിടെയൊക്കെ തട്ടം മറിയുന്നുണ്ട്, ഇല്ലാഴികയില്ല. എന്നാലും കൂടുതലായിട്ട് നേരത്തെ കഴിഞ്ഞ കൊല്ലമൊക്കെ തട്ടം മറിഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ മറിയുന്നില്ല. നമുക്ക് പ്രധാനമായിട്ട് ഈ തട്ടമറിച്ചിലിനുള്ളൊരു മരുന്നായിട്ടാണോ അത് തോന്നിയത്, അതോ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ല, എല്ലാത്തിനും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായത്. അഴുകലിനും എല്ലാ രോഗങ്ങൾക്കും തന്നെ അത് നല്ലതാണ്. ചെടിക്ക് ആരോഗ്യം കിട്ടും, മണ്ണിൻ്റെ ഗുണം കൂടുതൽ മെച്ചപ്പെടും. ഇത് പഴകിയ ചെടിയാണ്, 10-20 വർഷം ചെടി പഴക്കമുള്ള ചെടിയാണ്. ഉൽപ്പാദനം കൂടുതൽ കിട്ടുന്നുണ്ട്. രാസവളങ്ങളൊക്കെ കൂടുതൽ പ്രയോഗിക്കണമായിരുന്നു. അത് ഞാനങ്ങനെ പ്രയോഗിക്കാറില്ല. എന്നാൽ പോലും അന്നേരം അതിനനുസരിച്ച് വിളവ് കുറവുണ്ടായിരുന്നു. അപ്ലൈ ചെയ്യുന്നത് കലക്കി ഒഴിക്കുക. വില തുച്ഛം, ഗുണം മെച്ചം. അല്ല, നമ്മളിതിൻ്റെ ഒരു ഇൻ്റർവൽ എങ്ങനെ ചെയ്യുന്ന സമയം എങ്ങനെ? അതൊരു 3 മാസം ഇടവിട്ട് ചെയ്താലും മതി. വേരുകേടിനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ചില ചെടിക്കൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഈ ഇത് ഒഴിച്ചു കഴിഞ്ഞ് വേര് നല്ലോണം ഉണ്ടായിട്ടുണ്ടോ? ആ, വേര് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. ഉണ്ടല്ലേ? പുതിയ വേര് ഇഷ്ടംപോലെ, പുതിയ വേരുണ്ടാകുന്നുണ്ട്. ചെടിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ചെടിയുടെ ആരോഗ്യം ഒരുമാതിരി ആരോഗ്യം ഉള്ളതുകൊണ്ടാണല്ലോ, വന്നതുകൊണ്ടാണല്ലോ കാ പിടിക്കുന്നത്. ഈ സീസൺ പൊതുവെ ഡള്ളല്ലായിരുന്നു. ഈ സീസൺ പൊതുവെ എല്ലായിടത്തും ഡള്ളാണെന്നാണ് പറയുന്നത്. എല്ലാവരും പറയുന്നത് ഒരിടത്തും കായില്ല എന്നൊക്കെ പണിക്ക് വരുന്ന തൊഴിലാളികളും പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ കായ എടുത്തോ? ഒരു പ്രാവശ്യം എടുത്തു. ഈ മരുന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒച്ചും എല്ലാം പറമ്പിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. വലിയ സ്മെല്ലൊന്നുമില്ല, ഒരു തരം വേപ്പിൻ പിണ്ണാക്കിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ട്. ഏക്കറിൽ നിന്ന് എല്ലാവരും പറയും ആന കിട്ടുന്നുണ്ട്, കുതിര കിട്ടുന്നുണ്ട്, അങ്ങനെയാന്നൊക്കെ പറയും. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഏതാണ്ടൊരു 600-700 കിലോ ഉണക്ക കിട്ടുന്നുണ്ട്. ആവറേജ് എല്ലാ വർഷവും? ആവറേജ് അല്ല, ഈ വർഷം അത്രയ്ക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരേക്കറിൽ നിന്ന് 600 കിലോ 700 കിലോ വരെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. നമ്മൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് കൃഷി? ഞങ്ങളിവിടെ ഏലകൃഷി തുടങ്ങിയ കാലം മുതൽ ചെയ്യുന്നുണ്ട്. അല്ല, ചിലർ പറയാം 1200-2000 കിലോ ഒക്കെ വരെ ചിലർ പറയുന്നു, ചിലർ 1200 കിലോ. എങ്ങനെ ഡ്രൈയോ? അത്രയും ഒരു 3-4 ഏക്കറിൽ നിന്ന് കിട്ടും. ഒരേക്കറിൽ നിന്ന് 2000 കിലോ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ കുറച്ച് പാടാണ്. അത് ഇതുപോലെ ഒന്നും പണിതാലൊന്നും, അല്ലെ ഇപ്പോൾ അതുപോലുള്ള വളങ്ങൾ കൊണ്ടൊന്നും പറ്റുന്നതല്ല. വേറെ വല്ല പുതിയ വളങ്ങളും വേറെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. DNCയുടെ കൂടെ ഭൂമിറ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഗുളിക പോലെ ഇരിക്കും. അതും കൂടെ ചേർത്ത് നമ്മൾ കലക്കി ഒഴിക്കുമ്പോൾ ഈ മണ്ണിന് നല്ല ഇളക്കം കിട്ടും, കായ്ക്ക് വലിപ്പം കിട്ടും, ശരത്തിന് നീളം കിട്ടും. DNC ഒഴിച്ചിട്ട് ഞാൻ കണ്ടൊരു ഗുണം, നീളമില്ലാതിരുന്ന ശരത്തിനൊക്കെ നീളം ഉണ്ടാകുന്നുണ്ട്. ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും? ഒരു 20 ദിവസം ആകുമ്പോഴത്തേന്, 15-20 ദിവസം കഴിയുമ്പോഴത്തേന് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ മണ്ണിടിയിലില്ലേ ഇപ്പോൾ ചെടിക്ക്? മണ്ണിടിയിൽ തീരെ പൊങ്ങി നിൽക്കുന്ന ചെടിക്ക് മാത്രം നോക്കിയിടും. ഏക്കറേജ് കുറവായതുകൊണ്ട് റീപ്ലാന്റ് ചെയ്യുന്ന കാര്യത്തിൽ വിഷമമുണ്ട്, അത് വരുമാനമില്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിങ്ങനെ പലതും ചെയ്ത് നോക്കുക, റീപ്ലാന്റ് ചെയ്യാതെ ശരിയാക്കി എടുക്കാവോ എന്ന്. ഇത് ഓരോ വർഷം പുതിയ പുതിയ ചിമ്പുകളാണല്ലോ ഉണ്ടാകുന്നത്. ഓരോ വർഷം ഓരോ തലമുറയാണ്. അപ്പോൾ ആ തലമുറകളെ നിലനിർത്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ഇതാണ് നമ്മുടെ DNC 90 എന്ന് പറയുന്ന സാധനം. നമ്മൾ ആദ്യം ഫസ്റ്റ് ട്രിപ്പ് 200 ലിറ്ററിന് 400 ഗ്രാം, അപ്പോൾ ഇതൊരു 7.5 കുറ്റിക്ക് വരും. ഏകദേശം 1500 ലിറ്ററോളം നമുക്കിത് കൂട്ടാം. സെക്കൻഡ് ട്രിപ്പ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3000 ലിറ്ററിന് ഒരു ബാഗ് യൂസ് ചെയ്താലും മതിയാവും. അങ്ങനെയാണ് ഇപ്പോൾ ഈ തോട്ടങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേര് കംപ്ലൈൻറ്റ് ഇല്ലാതെ തന്നെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടതിനെക്കാട്ടിൽ മെച്ചമായ വേറെ തോട്ടങ്ങളുണ്ട്. അപ്പോൾ അതാണ്. പിന്നീട് നമുക്ക് ബൂമറ എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അതും ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 20-25 ദിവസം കഴിയുമ്പോൾ വേരുണ്ടാകുന്നുണ്ട്. വേരുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേരിന് ഫുഡ് വേണമല്ലോ, ഭക്ഷണം വേണമല്ലോ, വേരിന് വളമെടുക്കണമല്ലോ. അതിനുള്ള ബൂമറയും ക്രോപ്സുത
വേറെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്. അത് കൂട്ടി നമ്മൾ ഒന്നേ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഗ്രോത്താണ്. ഇത് തന്നെ ഒഴിച്ചാലും നമുക്ക് 25 ദിവസം കൊണ്ട് റിസൾട്ട് അറിയാം. ഇത് നമ്മുടെ ക്രോപ്പ് വിറ്റ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ഇത് ഒരു 1.25 കിലോ വരുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ 1 ഏക്കർ സ്ഥലത്ത്, അതായത് ഏലത്തിനൊക്കെ ആണെങ്കിൽ 2 ഏക്കർ സ്ഥലത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഒരു പാക്കറ്റ് 1000 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ കൊടുക്കാനുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് വേറൊന്നുമല്ല, നന്നായിട്ട് കാ പിടിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല പച്ച നിറവും നല്ല കരുത്തും കിട്ടാനായിട്ട് സഹായിക്കും. ഈ പ്രോഡക്റ്റിൻ്റെ MRP വരുന്ന 1700 രൂപയാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാം. ഒരു 1500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പാക്കറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇത് നമ്മുടെ DNC പ്രീമിയം എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏലം, തെങ്ങ്, കമുക് അങ്ങനെയുള്ള ദീർഘകാല വിളകൾ, പഴച്ചെടികൾ, വലിയ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇത് നമുക്ക് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മറ്റ് ഏതെങ്കിലും വളത്തിൻ്റെ കൂട്ടത്തിലോ അല്ലെ മണ്ണിനോടൊപ്പം ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ DNCയുടെ അതേ എഫക്റ്റാണ്. ഇത് പക്ഷേ സ്ലോ റിലീസാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങ് റിലീസ് ആകുന്ന ടെക്നോളജി അല്ല. മറ്റേ പെട്ടെന്ന് റിലീസ് ആവും. ഇത് സ്ലോ റിലീസാണ്. മഴ പെയ്ത് മണ്ണിലേക്ക് ഇറങ്ങും തോറും പതിയെയാണ് ഈ സാധനം ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് കഴിയുന്ന രീതിയിലാണ് ഈ സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും മെയിനായിട്ട് വേപ്പിൻ്റെ ആവണക്കിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ഇത് നമ്മുടെ ക്രോപ്സുത എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ഇത് 3 കിലോയുടെ പാക്കിംഗ് ആണ് വരുന്നത്. ഒരു 1/2 ഏക്കർ സ്ഥലത്തിന് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ബെന്തോനൈറ്റ്, അതുപോലെ തന്നെ ഹ്യൂമിക്ക, ഫൾവിക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള പ്രോഡക്റ്റാണ് ക്രോപ്സുത. അത്യാവശ്യം ചെടികൾക്ക് ഉണ്ടാകുന്ന കായ്കൾക്ക് നല്ല ടേസ്റ്റും അതുപോലെ വലിപ്പവും ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ ക്രോപ്സുത നന്നായിട്ട് സഹായിക്കും. ഇത് MRP വരുന്നത് 950 രൂപയാണ് MRP വരുന്നത്. നമുക്ക് ഒരു 800 രൂപ റേറ്റിൽ നമുക്ക് ഡിസ്കൗണ്ട് ഇട്ടിട്ട് നമ്മുടെ ഈ ചാനലിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ, വീഡിയോ കണ്ട ആളുകൾക്ക് നമുക്ക് 800 രൂപ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തരാനായിട്ട് കഴിയും. ഇത് നമ്മുടെ ബ്ലാക്ക് ബൈ ബൂസ്റ്റർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. 3B ബ്ലാക്ക് ബൈ ബൂസ്റ്റർ. ഇത് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ സഹായിക്കുന്നതാണ്. നല്ല വളർച്ച ചെടികൾക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്ന പ്രോഡക്റ്റാണിത്. അതായത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മരച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ബൈ ബൂസ്റ്റർ ഒന്ന് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല വളർച്ച കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു 1000 ലിറ്റർ വെള്ളത്തിന് ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. മറ്റൊരു പ്രോഡക്റ്റ് വരുന്നത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 30ഓളം ഭൂമിസുധയുടെ ചെറിയ പൗച്ചുകളാണ് വരുന്നത്. ഇത് നമുക്ക് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ വളരെ കുറഞ്ഞ, അതായത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാവുന്ന രൂപത്തിലാണ് ഈ സാധനം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് 15 ലിറ്റർ വെള്ളത്തിന് ഈ ഒരു ചെറിയ പാക്കറ്റ്, ഈ 30 പാക്കറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് എടുത്തിട്ട് നമ്മൾ 15 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പച്ചക്കറികൾക്കോ പൂച്ചെടികൾക്കോ അല്ലെങ്കിൽ വാഴയ്ക്കോ നെല്ലിനോ ഒക്കെ നമ്മളൊന്ന് നെല്ലൊക്കെ മഞ്ഞപ്പിൽ നിൽക്കുന്ന നെല്ലിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പിലേക്ക് വരുന്ന കാണാനായിട്ട് കഴിയും. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന അസാമാന്യ റിസൾട്ടാണ്. ചെറിയ ചിലവുള്ളൂ. ഈ ഒരു പാക്കറ്റ് 15 ലിറ്റർ വെള്ളത്തിനുള്ളതുണ്ട്. ഏകദേശം ഒരു 10-30 ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പാക്കറ്റിന് 40 രൂപയിൽ താഴെ വില വരുന്നുണ്ട്. അടുത്ത ഇതിൻ്റെ തന്നെ ഭൂമിസുധ പ്രീമിയമാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 1700 രൂപയാണ് MRP വരുന്നത്. പക്ഷേ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇട്ട് 1500 രൂപയ്ക്ക് തരാൻ കഴിയും. ഒരു 1000 ലിറ്റർ വെള്ളത്തിന് ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. നമ്മളൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 വർഷത്തോളം ഉപയോഗിക്കാൻ കഴിയും ചെറിയ കൃഷിക്കാർക്കൊക്കെ. ഇതും നെല്ലിനും വാഴയ്ക്കും അതുപോലെ തന്നെ ഏലത്തിനും കമുകിനും എല്ലാം നന്നായിട്ട് നല്ല ഓർഡർ വരുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ക്രോപ്പ് വർധനവ്, അതുപോലെ രോഗപ്രതിരോധ ശേഷി, ചെടികളുടെ ഇമ്മ്യൂണിറ്റി, അതിൻ്റെ കളർ കാര്യങ്ങൾക്ക് എല്ലാത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. ഈ നമ്മുടെ ദാദാജി ഓർഗാനിക്സ് എന്ന് പറയുന്ന കമ്പനി ഇവർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ബിസിനസ് അവസരം കൂടെ മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഇവരുടെ പ്രോഡക്റ്റ് മേടിക്കുക, ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് നമുക്ക് 100% ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ള കൃഷിക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്ക്, ബന്ധുക്കൾക്കൊക്കെ ഈ പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഒരു അവസരം കൂടെ ഈ കമ്പനി തരുന്നുണ്ട്. അത് വലിയ മുതൽ മുടക്കോ ഇപ്പോൾ നമ്മൾ സ്റ്റാഫോ ഗോഡൗണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് ഒരു ചെറിയ എമൗണ്ടിൻ്റെ, അതായത് ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എടുത്ത് ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു വരുമാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഏറ്റവും കൂടുതൽ ചെലവുള്ളത് ഏലകൃഷിയിലാണ്. വളത്തിന്, മരുന്നിന്. അതെ. നമ്മൾ ഇത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ശതമാനം ചെലവ് കുറയ്ക്കാം? നമുക്ക് കൃഷിയിൽ ഒരു 50% മേളിൽ ചെലവ് കുറയ്ക്കാനും ഒരു 50-60% ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ടും നമുക്ക് കഴിയും. ഏലം എന്ന് പറയുന്നത് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള കൃഷിയാണ്. അപ്പം അത്യാവശ്യം ഒരു മഴ കൂടിയാലോ ഇപ്പം ക്ലൈമറ്റ് വെയിൽ വന്നാലോ ഒക്കെ നമുക്ക് കാപിടുത്തത്തെയും അഴുകൽ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ള ഒരു ടൈമിംഗ് ആണിപ്പോൾ. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച തോട്ടങ്ങളിലെല്ലാം ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. നന്നായിട്ട് കെമിക്കലിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്, രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്, നല്ല രീതിയിൽ ഈൽഡ് ഉണ്ടാക്കാനായിട്ടും കഴിയുന്നുണ്ട്.
വിളവർധന എന്ന് പറഞ്ഞു. ആ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പെർ ഏക്കറിൽ നമുക്ക് ഏലക്കായ എത്ര നമുക്കൊരു 600 കിലോ വരെയൊക്കെ നമുക്ക് 600, 700, 800 കിലോയൊക്കെ കിട്ടുന്ന തോട്ടങ്ങളുണ്ട്. നമ്മുടെ കൊടുത്തേക്കുന്ന ഒരു 1000 കിലോ ആ ഒരു രീതിയിൽ കിട്ടുന്ന തോട്ടങ്ങളുണ്ട്. അത് ചില ഏരിയയുടെ പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ വളങ്ങൾ മരുന്നുകൾ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇത് മാത്രമാക്കി നിർത്താം? നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് വേരുപുഴു, നിമാവര, മീലിമുട്ട ഈ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽ നമ്മൾ മണ്ണിലേക്ക് ഒഴിക്കുന്നത്. ഈ കെമിക്കലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്കറിയാം, ഞാൻ കമ്പനിയുടെ പേരോ പ്രോഡക്റ്റിൻ്റെ പേരോ ഒന്നും പറയുന്നില്ല. ഈ നിമാവരയ്ക്കൊക്കെ ഒഴിക്കുന്ന പ്രോഡക്റ്റിന് ഒരു 10,000 രൂപയൊക്കെയാണ് 1 ലിറ്ററിന് റേറ്റ് വരുന്നത്. ഈ സാധനമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേരുപുഴുവിന് ഒഴിക്കുന്ന കെമിക്കൽ ഇത് എല്ലാം മണ്ണിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ ഒന്ന് പൈസ ലാഭം, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളത്തിലേക്ക് അടക്കം ഈ സാധനം ചെല്ലുവാണ്. നിങ്ങൾ പറഞ്ഞതൊരു വളരെ നല്ല പോയിന്റാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഏലത്തോട്ടങ്ങളിൽ പണ്ടുണ്ടായിരുന്ന കീടങ്ങൾക്ക് നമ്മൾ എക്കാലക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പോകുന്നു. പക്ഷെ ഇന്ന് എക്കാലക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടവും ചാകത്തില്ല. കാരണം അത്രയും ഹൈ ഡോസ് മരുന്ന് കൊടുത്ത് കീടങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കൂടി. അപ്പൊ അങ്ങനെ വെച്ചൊരു സിറ്റുവേഷനിൽ ഇതുപോലുള്ള ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് കൊണ്ട് എങ്ങനെ കീടങ്ങളെ കൊല്ലാം? വേറൊന്നുമല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ വേപ്പിൻ്റെ എക്സ്ട്രാക്ട്. പണ്ട് നമ്മൾ നല്ല വേപ്പ് പിണ്ണാക്ക് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ നിമാവരയുടെ പ്രശ്നം ഇല്ലായിരുന്നു, വേരുപുഴുവിൻ്റെ പ്രശ്നം നല്ല കൺട്രോളിലായിരുന്നു. പക്ഷേ ഇപ്പം വരുന്ന വേപ്പ് പിണ്ണാക്കിൻ്റെ ക്വാളിറ്റി കുറവ് കൊണ്ടാണ് ആ ഒരു പ്രശ്നമുള്ളത്. പിന്നെ ഈ സാറ് പറഞ്ഞ കറക്റ്റാണ്. ഈ നിരന്തരമായി ഈ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ ചെടികളുടെ ഇമ്മ്യൂണിറ്റിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ചെടികളുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴത്തേനുമാണ് ഓട്ടോമാറ്റിക്കായിട്ട് കീടങ്ങൾ ആക്രമിക്കാനുള്ള ഒരു സംവിധാനം വരുന്നത്. പിന്നെ ഈ ചെടികളുടെ ടേസ്റ്റ് നമ്മൾ ഈ നമ്മുടെ DNC ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ചവർപ്പ് വന്നു കഴിയുമ്പോഴത്തേനും തന്നെ ഈ തണ്ടുതുരപ്പം പോലെയുള്ള സാധനങ്ങളുടെ ആക്രമണം കുറയും. പിന്നെ മണ്ണിലും ഈ പറഞ്ഞ പോലെ വേരുപുഴുവിൻ്റെ, നിമാവരയുടെയൊക്കെ മുട്ടകളെ നശിപ്പിച്ച് കളയാനായിട്ടും ഇത് സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും അജേഷുമായിട്ടുള്ള നല്ല കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല കുറച്ച് പ്രോഡക്റ്റ്സ് കൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അജേഷിൻ്റെ നമ്പറൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, വിളിക്കാം. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാം. പിന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട്. അത്രയുമൊക്കെ എൻ്റെ പ്രഷർ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും എനിവേ കേരളത്തിൽ എവിടെയാണെങ്കിലും അജേഷ് എത്തിച്ചു തരും. അതുപോലെ എല്ലാ ക്രോപ്പുകൾക്കും ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. നമ്മൾ ആ കൃഷിയുടെ ഒക്കെ കണ്ടു, നമുക്കിപ്പോൾ ഏലകൃഷിയിലാണ് പ്രധാനമായിട്ട് കാണിക്കാൻ പറ്റിയത് അല്ലേ? അതെ. എന്ന് വെച്ചാൽ എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള തകർപ്പൻ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഒന്നല്ല കുറച്ചധികം പ്രോഡക്റ്റുകളാണ് പരിചയപ്പെട്ടത്. അതുപോലെ തന്നെ വലിയൊരു ബിസിനസ് അവസരം. അതെ, നല്ലൊരു അവസരം കൂടെ അജേഷ് തുറന്നു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ വിശ്വസിച്ച് തന്നെ നമ്മുടെ നാട്ടുകാരനാണ്, അടിപൊളി ഒരു യുവ സംരംഭകനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലുള്ള എന്താ പറയുക, ഇദ്ദേഹം വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പരിചയപ്പെടാം. ഓക്കെ, എന്തായാലും നല്ലൊരു എപ്പിസോഡുമായിട്ട് വരാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ തൽക്കാലം ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറ്റിൽ നിന്ന് വിടവാങ്ങുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വിടവാങ്ങുന്നത്. അപ്പോൾ താങ്ക് യു. ഓക്കെ.